2010 വണ്ടി, തേർഡ് ഓണർ, ആൾട്ടോ കേട്ടൺ VXI ആണ്. അത് 2012 ഡീസല് VDI 1,05,000 കിലോമീറ്റർ. 2018 എന്ത് ഓടിയിട്ടുണ്ട്? 2018 വണ്ടി 29,000 കിലോമീറ്റർ. ഇത് 2022 വണ്ടി, 2022 11 മാസം VXI ഫസ്റ്റ് ഓണർ 14,000 കിലോമീറ്റർ. ഇത് 2022 ഫസ്റ്റ് വണ്ടി 1 മാസം, അതായത് 21 മോഡൽ 22 രജിസ്ട്രേഷൻ. ഓക്കെ. എന്ത് ഓടി വണ്ടി? പിന്നെ കിലോമീറ്റർ കറക്റ്റ് 30,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വീണ്ടും കൊല്ലം ജില്ല തന്നെയാണ്, മുള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് കടയ്ക്കൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വരുമ്പോൾ മുള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തുള്ള 2020 പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 93,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ്, അതായത് 1,00,000 രൂപയ്ക്ക് അടുപ്പിച്ച് വരുന്ന വണ്ടികൾ തൊട്ട് തുടങ്ങുന്ന ഷോപ്പാണ്. എല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അതേപോലെ അതായത് ഈ 30 രൂപ 40 രൂപ വണ്ടി അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ ക്വാളിറ്റിയുള്ള 1,00,000 രൂപ അല്ലെങ്കിൽ 1,50,000 രൂപ 2, 3 അങ്ങനെയുള്ള രീതിയിൽ എടുക്കാൻ പറ്റിയ വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. എല്ലാം ഓൾട്ടോ, സ്വിഫ്റ്റ്, വാഗണർ, എക്സ്പ്രസ്സോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എടുക്കാൻ വേണ്ടി, അല്ല വലിയ വണ്ടികൾ കിടപ്പില്ല. ഇത്തരത്തിലുള്ള ചെറിയ വണ്ടികളാണ്. അപ്പം ചെറിയ ഫാമിലിക്കാർക്ക് എടുക്കാവുന്ന നല്ല വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. നമസ്കാരം. ക്രിസ്മസ് പ്രമാണിച്ചും ന്യൂ ഇയർ പ്രമാണിച്ചുമുള്ള കച്ചവടമാണ്. അപ്പോൾ ഇയർ എൻഡിങ് ആണ്, വിലയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വേണം പറയാൻ. ഓക്കെ. ആൾക്കാർക്ക് ഇക്ക വിളിച്ച് വണ്ടികൾ എടുക്കാൻ തോന്നണം. അപ്പം ആ ഒരു റേഞ്ചിന് വർഷവും കാര്യങ്ങളും നോക്കി അതനുസരിച്ചൊക്കെ ഉള്ളൊരു വില പറയുക. വണ്ടി ആദ്യം നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ. വണ്ടി എന്നിട്ടേ പറയാവൂ. ഓക്കെ, വണ്ടി ഒന്ന് കാണിച്ചു. അപ്പോൾ നമുക്കൊരു 97 തൊട്ടല്ലേ കിടക്കണേ? 97,000 രൂപ. ഏതാ അത്? ഇത് വണ്ടി. ഓക്കെ, അപ്പോൾ ആദ്യ വണ്ടി അത് തന്നെ എടുക്കാം. ഇത് 2028 വരെ പേപ്പറുണ്ട്, പുതിയ പേപ്പർ. ഓണർഷിപ്പ് എത്രയാ? 3. മൂന്നാമത്തെ ഓണർ. ഏത് വർഷമായിരുന്നു? 2007 ലാസ്റ്റ് വണ്ടി. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനൊന്നും ഇല്ലല്ലോ? ഇല്ലല്ല, ഒന്നുമില്ല. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇത്രയും പഴയ വണ്ടി ആയാലും തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലെല്ലാം വണ്ടി അത്യാവശ്യം നീറ്റാണ്. ഡോർ പാഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പീസ് മാറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം വന്നിട്ടുണ്ട്. ബാക്കിലും തുരുമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ റീപെയിൻറ്റ് അങ്ങനെ വല്ലതും കയറിയിട്ടുണ്ടോ? റീപെയിൻറ്റ് ബമ്പർ അടിച്ചിട്ടുണ്ട്. റീപ്ലേസ് ആയിട്ടില്ലല്ലോ? റീപ്ലേസ് ഇല്ല. ഓക്കെ. എത്ര ചോദിച്ചാൽ? 97,000. 97,000. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 2028 വരെ പേപ്പർ കിടപ്പുണ്ട്. ടയേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ്. ബാക്ക് ടയറും അത്യാവശ്യം നല്ല രീതിയിൽ ടയർ കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതുമൊക്കെ ഇത് കട്ട ടയറല്ലേ? കട്ട ടയർ. ഇത് കട്ട ടയറാണ്. ഈ സൈഡ് നോക്കിയാൽ അതായത് കട്ട ടയറല്ല, ഇത് നല്ലൊരു ടയർ തന്നെയാണ്. 3 നല്ല ടയേഴ്സും ഒരെണ്ണം കട്ട ടയറുമാണ്. 97,000 രൂപ. ലാസ്റ്റ് പ്രൈസാണോ ഈ 97? ലാസ്റ്റ് 2006 ഇഞ്ചക്ടർ AC ഉണ്ട്. ഓണർഷിപ്പ് 3. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് നോക്കിയാലും അത്യാവശ്യം നല്ല ടയർ തന്നെ കിടപ്പുണ്ട്. കിലോമീറ്ററൊക്കെ ജെന്യൂൻ പറയാൻ വല്ല ഉണ്ടോ? 70,000. അത് ജെന്യൂൻ ആണോ? ജെന്യൂനാണ്. AC ഒക്കെ വർക്ക് ചെയ്യൂ? AC വർക്ക്, തണുപ്പ് അതൊക്കെ നല്ല വിലയാണ്. നല്ല കമ്പിളി ഉണ്ടെങ്കിൽ ഇതിനകത്ത് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. വല്ലാത്ത തള്ളായി പോയി, തണുത്ത് വിറച്ചു പോകും വണ്ടി. ഇത്രയും പഴയൊക്കെ ആണെങ്കിലും നമ്മളെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ഡീസൻ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇരിക്കുന്ന സൈഡ് സീറ്റ് കവറുണ്ട്, ഇറ്റായിരുന്ന സൈഡ് സീറ്റ് കവറില്ല. അല്ലാത്ത പക്ഷം വേറെ ഇതിൻ്റെ ഡോർ പാഡ് ഈ സൈഡൊക്കെ കുറച്ച് മോശമാണ്.
ഇതിലെ ഈ ചെറിയ ചെറിയ വർക്കുകളുണ്ട് കേട്ടോ, അത് ചെയ്തു കൊടുക്കുമോ? ഇത് ചെറിയ 1-2 വർക്കുകളുണ്ട്. ഇല്ല, ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കാം, വിലയിൽ കൊടുക്കാം. ഓക്കെ, എത്ര ചോദ്യം? ഇത് നമുക്ക് 58,000 രൂപ. 58,000 രൂപ. 58. വണ്ടി ഓടുന്ന കണ്ടീഷൻ നല്ല രീതിയിൽ തന്നെയല്ലേ? എൻജിൻ സൈഡൊക്കെ സൂപ്പർ. ഓക്കെ, AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സൈഡ് ടയർ കുറവാണ്. ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. പുറമേ കാണാൻ വേറെ കുഴപ്പമില്ല. ബാക്ക് സീറ്റിൽ ആ ഡോറ് മാത്രമേ ഉള്ളൂ. നോക്കിയതിൽ എനിക്കൊരു ഇച്ചിരിയെങ്കിലും ഒരു ഇത് തോന്നിയത്. 2015 ഓൾട്ടോ 800 LXi സെക്കൻഡ് ഓണർ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. 65,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ. 50,000 വരെ കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? ഒരൊറ്റ പവർ റീപ്ലേസ് ചെയ്തിട്ടില്ല. വണ്ടി പൊട്ടാസ്, ഹൈ ക്വാളിറ്റി. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. സെറ്റ് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. ഡിസൈനൊക്കെ വണ്ടി വന്നപ്പോഴേ ഉള്ളതല്ലേ? തന്നെ. അല്ലാതെ പിന്നെ ചെയ്തൊന്നുമല്ലല്ലോ? അത് രണ്ടാമത് ചെയ്യുന്നതാണ്. ചെയ്തതാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ടയർ നോക്കിയാലും പുത്തൻ ടയറാണ് കിടക്കുന്നത്. 4 നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല, ഒറ്റ റീപ്ലേസ് ചെയ്തില്ല. ഒന്നുമില്ല. കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, 4 ടയേഴ്സും നല്ല ടയേഴ്സാണ്. പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഓക്കെ, എത്രയാണ് ചോദ്യം? ചോദ്യം എത്ര? ഇത് നമുക്ക് 2,19,000 രൂപ കൊടുക്കും. ഇനി ഒരു 3-4 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അടുത്ത വർഷമായി പോയി. നമ്മൾ 2,30,000 രൂപ വണ്ടിയാണ് ഈ വിലയ്ക്ക് ഇപ്പോൾ കൊടുക്കണം. 15 വണ്ടി. അത്രയും കുറച്ചിട്ടുണ്ട്. കുറച്ച് കൊടുക്കുകയാണ്. അത് 2012 ഡീസൽ VDI 1,05,000 കിലോമീറ്റർ. ടൈമിംഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എല്ലാം മാറി. എല്ലാം ഫുൾ കമ്പനി സർവീസ്. ഫുള്ള് കമ്പനി സർവീസ്. സെക്കൻഡ് ഓണർ. ഇതിലും ഒരൊറ്റ റീപ്ലേസും ഇല്ല. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. 1,01,000 വരെ കമ്പനി സർവീസ്. കൂടെ പവറിൻ്റെ ആണ്, മാനുവലാണ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. അത് എല്ലാം വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് ടയർ ശകലം മോശമാണ്. ഫ്രണ്ട് ടയർ നല്ല ടയറാണ്. ബാക്ക് ടയർ ഇച്ചിരി കുറവുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,40,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. ഇപ്പോൾ ഓഫറിലാണ് നമ്മൾ 3,15 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 3,15 ലക്ഷം. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 3 രൂപയോളം ഫിനാൻസ് കയറും. അപ്പോൾ ഒരു 25 രൂപയാണെങ്കിൽ ഇറങ്ങാം. 2018 വണ്ടി, സിംഗിൾ ഓണർ, 28,000 കിലോമീറ്റർ, VXI K10. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണേ? ജെനുവിൻ കിലോമീറ്റർ. ടയർ ഫസ്റ്റ് ടയർ തന്നെ? ഫസ്റ്റ് ടയർ. സ്റ്റെപ്പിന് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. വണ്ടിക്കകം നോക്കിയാലും നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അല്ല, കിലോമീറ്റർ പിന്നെ വലുതായിട്ട് ഓടിയിട്ടുമില്ലല്ലോ. സ്റ്റെപ്പിന് എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിക്കുക. എത്ര ചോദ്യം? നമുക്ക് 3,20,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഇൻഷുറൻസ് തീർന്നിരിക്കും. 20,000 രൂപ ഫുൾ കവർ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. ഏത് മോഡലായിരുന്നു? 18 വണ്ടി. 18 വണ്ടി. അത് 2020 കിലോമീറ്റർ, 29,000, സിംഗിൾ ഓണർ. ഈ 29,000, 27,000 ഇത് കിലോമീറ്റർ എല്ലാ വണ്ടികളെല്ലാം അത് തന്നെ. വലിയ കിലോമീറ്റർ ഇടാത്ത വണ്ടികളല്ലേ. കമ്പനി ഹിസ്റ്ററി ഉണ്ടല്ലോ. ഇത് AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, എയർ ബാഗ് ABS, സ്ക്രീനും വരുന്നുണ്ട്. സീറ്റ് കവർ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. കമ്പനി കവർ അതാ പറഞ്ഞത്, സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ ഉള്ള മാനുവലാണ്. അപ്പോൾ ഫസ്റ്റ് ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. റീപ്ലേസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. റീപ്ലേസും ഇല്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,40,000 രൂപയാണ്. ഇപ്പോൾ നമുക്ക് 3,30 കൊടുക്കാം. 10 രൂപ ഓഫർ കൊടുക്കാം.
10 രൂപ ഒരു മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത വർഷമാവും എന്നുള്ളതുകൊണ്ട് 10,000 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ, 10,000 രൂപ. 340 10,000 രൂപ ഡിസ്കൗണ്ട്. 2018. 2018 എന്ത് ഓടിയിട്ടുണ്ട്? 2018 വണ്ടി 29,000 കിലോമീറ്റർ. ഇത് അത്ര സിംഗിൾ ഓണർ 29,000 കിലോമീറ്റർ. ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സെറ്റ്, സെൻട്രൽ ലോക്ക്, കവർ, ഫ്ലോർ മാറ്റ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല ഇതിന്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 3 ലക്ഷം രൂപ ചോദ്യം. 10,000 രൂപ ഇതിലും ഓഫറുണ്ട്. അപ്പം 2,90,000 കിട്ടുമോ? 2,90,000 തീർത്ത് ഫൈനൽ. ബാർഗനിങ് ചെയ്യരുത്. ഇല്ല, 3 രൂപയാണ് വില. അത് ഞങ്ങൾ 10 രൂപ ഓഫർ ഇട്ടേക്ക്. ഓക്കെ, 10 രൂപ കുറച്ചിട്ട് 2,90,000 ലാസ്റ്റ് പ്രൈസ്. ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണേ? ജെന്യൂൻ. ഓക്കെ, കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും വന്നില്ല. നല്ല കളർ തന്നെയാണ് കിടക്കുന്നത്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2012 ടയറൊന്ന് പഞ്ചറായി കിടക്കുകയാണ്. ഓക്കെ, ഇവിടെ കിടന്ന് പഞ്ചറായി. ഓക്കെ, ടയറല്ല, ഇന്നത്തെ സംഭവമാണ്. കിലോമീറ്റർ എന്താ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 89,000. അത്ര ഓടി. വണ്ടി ഉള്ള വൃത്തിയാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. സീറ്റ് കവർ ശാലം കയറിയിട്ടുണ്ട്. ഈ റീപ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇടിച്ചെന്നല്ല? അല്ലല്ല, വേറെ എന്തോ വീണ് മാറിയത്. ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ബോണറ്റും വേറെ ഒന്നും മാറിയില്ല. ടയറൊക്കെ നല്ല ടയർ കിടക്കുന്നത്. ടയറുണ്ട്, അത്യാവശ്യം ടയർസ് കിടപ്പുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സെറ്റ് എല്ലാം ഉണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 1.25 കൊടുക്കാം. 1.25. ഈ ഫ്രണ്ട് ടയേഴ്സ് നോക്കിയാലും ഒക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഇതൊന്ന് അടഞ്ഞ കളർ എന്നുള്ള ഇതാണ്. അതെ. കളർ സെയിം ഇത് തന്നെ. സെയിം കളർ, അടഞ്ഞ കളർ. 2014 സെക്കൻഡ് ഓണർ. 85,000 കിലോമീറ്റർ. 85 ഓടി. ഓക്കെ, ഫ്രണ്ട് ടയർ, പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. 2 ഡോർ പവർ വിൻഡോ ആണ്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. നല്ലൊരു സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർ പാഡ് നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ കളർ ഫെയ്ഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല കളറിൽ തന്നെ വണ്ടി നിൽപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കളർ ഫെയ്ഡോ അങ്ങനെയുള്ള ഇതൊന്നും റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ അണ്ണാ? ഒന്നുമില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ്. ബാക്ക് ആവറേജ് ടയർ. ഫ്രണ്ട് 2 ഏകദേശം പുതിയ ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? നമുക്ക് 2,15,000 കൊടുക്കാം. ലാസ്റ്റ് പ്രൈസാണോ? അല്ല, പിന്നെ ഇതിൽ ഞങ്ങളൊരു 2,000 രൂപ, 2,15,000 രൂപയ്ക്ക് 2,000 രൂപ എണ്ണയും കൂടെ അടിച്ചു കൊടുക്കും. അങ്ങനെ കൂടി ഉണ്ട്. ഇത് 2010 വണ്ടി. 3rd ഓണർ. ആൾട്ടോ കേട്ടൺ VXI ആണ്. ഓക്കെ, ടയർ 2 ഡോർ പവർ വിൻഡോയും വരുന്നു. 3rd ഓണറായില്ലേ? അതെ. 3rd ഓണറൊക്കെ ആണെങ്കിലും വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സർവീസൊക്കെ ചെയ്തിട്ടേക്കുക. അത്യാവശ്യം ഉണ്ട് വണ്ടി കാണാൻ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്. ഇത് 2010 വണ്ടി. 10 മോഡല്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഓഗസ്റ്റ് വരെ പേപ്പർ. റീപെയിന്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ഓഗസ്റ്റ് വരെ പേപ്പറുണ്ട്. അല്ല, റീപെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ബമ്പറേ ഉള്ളൂ. ബമ്പറിൽ. ഓക്കെ, ഫ്രണ്ടും ബാക്കും ബമ്പർ ടച്ച് ചെയ്തിട്ടുണ്ട്. വേറെ ചെയ്തില്ല. ഓക്കെ, വണ്ടി കാണാനൊക്കെ ഒരു മനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയർ തന്നെ കിടപ്പുണ്ട്. എത്രയാണ് ചോദ്യം? നമുക്ക് 1,30,000 കൊടുക്കാം. എത്ര? 1,30,000 കൊടുക്കാം. 1,30,000. ഇത് 2022 വണ്ടി. 2022 11-ാം മാസം. VXI ഫസ്റ്റ് ഓണർ. 14,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയറാണ്. സ്റ്റെപ്പിനി ഒന്നും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അൺടച്ചബിൾ സ്റ്റെപ്പിനിയുള്ള വണ്ടികളുണ്ട്. ഇതെങ്ങനെയാണ്? 2 ഡോർ പവറിൻ്റെ ആണോ? തന്നെ. ഓക്കെ, വണ്ടിക്ക് അതൊക്കെ കാണാൻ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. സീറ്റ് 2 ഡോർ പവറിൻ്റെ ഉള്ളു. ശരിയാണ്.
ഇത് രണ്ട് ഡോറേ ഉള്ളൂ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുത്തൻ വണ്ടി, നല്ല വണ്ടി. സ്റ്റെപ്പിനൊന്നും എടുത്തിട്ടില്ല. ടയേഴ്സൊക്കെ ഫസ്റ്റ് ടയർ. എത്ര ചോദ്യം? 4.25. 4.25. എന്തെങ്കിലും കുറയുമോ? വന്നാൽ കുറച്ച് തരാം. കുറച്ച് കൊടുക്കും, കൃത്യമായിട്ടും കുറച്ച് കൊടുക്കും. വണ്ടി അത്യാവശ്യം നല്ല ടയേഴ്സൊക്കെ കൂടി നിൽക്കുകയാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. സിംഗിൾ ഓണർ തന്നെയല്ലേ? സിംഗിൾ ഓണർ. അത് 2015 വാഗണർ VXI. എന്ത് ഓടിയിട്ടുണ്ട്? 93,000 കിലോമീറ്റർ. അത്യാവശ്യം നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. ഈ ടയർ മൊട്ട കേട്ടാ. ടയർ ആവറേജ് മാറ്റി കൊടുക്കുമോ? ഇല്ല, ഈ കണ്ടീഷൻ എമൗണ്ടിൽ കുറവുണ്ട്. കുറവുണ്ട്. എത്ര? അതായത് 3.25 ലക്ഷം രൂപ ഈ വണ്ടിയുടെ വില. ഈ ടയറിന്റെ പൈസ കുറച്ച് 15,000 രൂപ കുറച്ച് കൊടുക്കും. അപ്പോൾ എങ്ങനെ വില വരുന്നത്? 3.10. അതിൽ നമ്മൾ പേര് മാറി 3.25 ലക്ഷം രൂപ വണ്ടി വില, 15,000 രൂപ നമ്മൾ കുറച്ച് കൊടുക്കും. വണ്ടി ആരും ഒന്നും എടുക്കാൻ 3.10 നമ്മൾ കൊടുക്കും. 93 ഓടിയില്ലേ? 93. സർവീസ് ഫുള്ള് കമ്പനി. ഓക്കെ. ഫോർഡോ പവർ വിൻഡ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഇത്രയും ഓടി എന്നൊക്കെ പറഞ്ഞാലും വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ടയർ 4 ആവറേജ് ആണ്. റീപ്ലേസ് വല്ലതും ഉണ്ടോ? ഒറ്റ റീപ്ലേസും ഇല്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. ഷേപ്പ് പോയ വണ്ടിയൊന്നുമല്ല. ഷേപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 15 വണ്ടി അല്ല, ഉണ്ടെന്ന് പറയുന്നതാണ്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ഇത് 22 വണ്ടി. 2022 ZXi. 22. 32,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ. ഇപ്പോൾ ടയേഴ്സൊക്കെ ആദ്യ ടയർ തന്നെ കിടക്കുന്നത്. വണ്ടിക്കകം നോക്കിയാലും അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. സൂപ്പർ വണ്ടി. ഫോർഡോ പവർ വിൻഡ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളുണ്ട്. സ്റ്റിയറിംഗ്. 100 കിലോമീറ്റർ ഓടിച്ചു നോക്കിയിട്ട് വണ്ടി കൊള്ളാമെങ്കിൽ പൈസ തന്നാണ്. 100 കിലോമീറ്റർ ഓടിച്ചു നോക്കിയിട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കിടക്കാൻ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ട്. അത് വണ്ടി പുതിയ വണ്ടി, അങ്ങനെയുള്ള വണ്ടിയിൽ ആ ചലഞ്ച് വെക്കുന്നതിൽ അർത്ഥമില്ല. അത് കൊള്ളാം. വല്ലാത്ത പൊട്ടാസ്. വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയേഴ്സൊക്കെ ആദ്യം ഓടിയ ടയേഴ്സാണ്. വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഓവറോൾ വണ്ടിക്ക് പെയിൻറ്റ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. റീടച്ച് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. വണ്ടി ഓവറോൾ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുക. കൊള്ളാം. ഇത് എത്രയായിരുന്നു ചോദ്യം? 5,66,000 രൂപ. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്കൊരു 50 രൂപ. 50 രൂപ. ബാക്കി ഫിനാൻസ്. ഇത് 2022 ഫസ്റ്റ് വണ്ടി, 1-ാം മാസം. അതായത് 21 മോഡൽ, 22 രജിസ്ട്രേഷൻ. ഓക്കെ. എന്ത് ഓടി വണ്ടി? പിന്നെ കിലോമീറ്റർ കറക്റ്റ് 30,000 കിലോമീറ്റർ. ഫസ്റ്റ് ടയറാണ്. ഫസ്റ്റ് ടയർ കമ്പനി സാർ തീരാറായിട്ടുണ്ട്. 30,000 കിലോമീറ്റർ. ഫസ്റ്റ് ഓണർ. VXI ആണോ? VXI. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സീറ്റ് കവേഴ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഓവറോൾ കൊള്ളാം. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമല്ല, നോർമലാണ്. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് മാറേണ്ടി വരും. ഈ ടയർ മോശമാണ്. ടയറുകൾ മാറി കൊടുക്കുമോ? ടയർ ഇപ്പം മാറി കൊടുക്കൂല. എന്താ? നമ്മളതിൻ്റെ എമൗണ്ടിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ. എത്ര ചോദ്യം? നമുക്ക് ഇത് 6.25 ലക്ഷം രൂപയാണ്. അതിലൊരു 4 ടയർ എങ്ങനെ ആയാലും 10-18 രൂപ ആവും. അപ്പോൾ ഒരു 20,000 രൂപ ഡിസ്കൗണ്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര? നമുക്ക് ഒരു 6.25 20 കുറച്ച് 6,55,000 രൂപ വരും. 55,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 50 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് ഒരു 6.5 ലക്ഷം രൂപ വരെ നോക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ടികളായിരുന്നു. വലിയ പോരായ്മകളോ തുരുമ്പ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അതായത് പഴയ വണ്ടിക്ക് തുരുമ്പും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉതകുന്ന ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ